ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീണ്ടും ഒരു ട്രാവൽ വ്ളോഗ് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ മൂന്നാറിലൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരു 1 വീക്കിന് ശേഷം കണ്ടാണ് ഞങ്ങൾ കന്യാകുമാരിയിലേക്കൊരു ട്രിപ്പ് പോയത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പം നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് എനിക്ക് ടൈം ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഒരു 2 മണി ആ ഒരു ടൈമിലോ 12 മണിയോ ആ ഒരു ടൈമിലെങ്ങാണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഇറങ്ങി എന്തായാലും പെട്ടെന്ന് തന്നെ ഇങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യാണ് നമ്മൾ. സൂര്യൻ മാമൻ എണീറ്റ് വരണമല്ലോ, പുള്ളി ഉറക്കത്തിലാണ്. നമ്മൾ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് ആളെ കാണാൻ വേണ്ടി എണീറ്റ് വന്ന് നിൽക്കുകയാണ്. എനിക്കതാണ് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നത്. നമ്മൾ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് പുള്ളിയെ കാണാൻ വേണ്ടി വരുമ്പം ആളിങ്ങോട്ട് വരുന്നില്ല. എത്ര മണിക്കൂർ കൊണ്ട് വെയിറ്റ് ചെയ്യാമെന്നറിയാമോ? ഒരുപാട് നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കുറേ ചേട്ടന്മാർ അവിടെ ഇങ്ങനെ ഈ മുത്തുമാലയൊക്കെയില്ലേ, പണ്ടത്തെ ടൈപ്പ് അങ്ങനെയുള്ള മുത്തുമാലകളും അങ്ങനത്തെ മാലകളൊക്കെ കുറേ നാളായി കണ്ടിട്ട്. പിന്നെ ഈ ടൈപ്പ് മാലയൊക്കെ കുറേ വർഷങ്ങളായി കണ്ടിട്ട്. ആ ടൈപ്പ് അതൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പേരൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ അധികം ആൾക്കാരൊന്നും അങ്ങനെ അത് വാങ്ങുന്ന കണ്ടില്ല. കൂടുതൽ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ വാങ്ങേണ്ടതാണ്. പക്ഷേ നമ്മൾ ആ ഒരു സൈഡിൽ നിന്നവരൊന്നും അധികം വാങ്ങിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കാപ്പിയൊക്കെ കൊണ്ടുവന്നപ്പം നമ്മുടെ കൂടെയുള്ള കുറച്ച് പേര് മാത്രം അതൊക്കെ വാങ്ങി കുടിച്ചു. 1-2 പേര് മാത്രം, ബാക്കി ആരും കുടിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ സൂര്യൻ ഇങ്ങനെ എണീറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാൻ പറ്റി. അതുവരെ നമുക്കൊന്നും അങ്ങനെ അധികം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദേഷ്യം വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും വല്യത്തായും പിന്നെ എൻ്റെ അനിയത്തിയും എല്ലാവരോടും നിന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കൂടെ ഏതോ ഗുജറാത്തിലും അങ്ങോട്ടുള്ള കുറച്ച് ആൾക്കാരാണ്, കുറച്ചൊരു ടീനേജേഴ്സാണെന്ന് തോന്നുന്നു. അവർ വന്ന് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ കയറിയിട്ട്, അവിടെ ചെറിയൊരു മതിൽ പോലുണ്ട്, അവിടെ കയറി ഇങ്ങ് നിൽക്കുക, മാറി തരുന്നില്ല. ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പം എൻ്റെ സിസ്റ്റർ അവൾക്ക് കടൽ കാണണം, അങ്ങനെ അവിടെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ്. ഞാനും കുറേ നേരമായിട്ട് നിന്നിട്ട് സൺറൈസ് ഒന്നും ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനും പിന്നെ അവൾ ഒരാഗ്രഹം പറഞ്ഞില്ലെന്ന് വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് കാല് നനയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കാണാൻ വന്ന ആൾ അതിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങ് വന്നു കഴിഞ്ഞു. ഇതൊന്നും അറിയാതെ ഞാൻ അവളെയും കൊണ്ട് അവൾക്ക് കാല് നനയ്ക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി. നമ്മൾ എന്തിൻ്റെ എയിം വെച്ചാണോ വന്നത്, എന്തിനാണോ വെയിറ്റ് ചെയ്തത്, ആളെ കാണാൻ വേണ്ടി അത്രയും നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടും പെട്ടെന്ന് ആ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് വന്നു. അതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയതുമില്ല. ഞാൻ അപ്പോൾ എല്ലാവരോടും പറയുമായിരുന്നു എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല എന്നുള്ളത്. എന്തായാലും നമുക്ക് വീഡിയോ കിട്ടിയില്ല, എന്നാൽ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് വെച്ചാൽ ഞാനും. അപ്പോൾ അവൾക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബീച്ചിലൊക്കെ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് നേരം അവളുടെ കൂടെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ അപ്പോഴത്തേനും എല്ലാവരും എന്നെ കിടന്ന് തിരക്കുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പറഞ്ഞിട്ടാണ് 1-2 പേരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത്, ബാക്കിയാരും അറിഞ്ഞിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു. അപ്പോഴത്തെ എല്ലാവരും വന്നിട്ട് വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഓടി ഇങ്ങ് വന്നു. ഈ തമിഴ്നാട് ആ സൈഡിലൊക്കെ മുല്ലപ്പൂവിനൊക്കെ വിലക്കുറവാണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പോയി അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി വെച്ച് ചോദിച്ചപ്പോൾ അവർ 50 70 അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓണം പ്രോഗ്രാമിന് വേണ്ടി ഇങ്ങനെ മുല്ലപ്പൂവിൻ്റെ റേറ്റ് ചോദിച്ചപ്പം ഒരു ഷോപ്പിൽ 70 ഒരു ഷോപ്പിൽ 100 ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ റേറ്റ് കുറവായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ മുല്ലപ്പൂ വാങ്ങി വെക്കാനുള്ളൊരു ഒക്കേഷനൊന്നും അല്ലല്ലോ. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടെ സാഫ്രോൺ ഗ്രിൽ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അങ്ങനെ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. പക്ഷേ അവിടുത്തെ ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈസൂട്ടനാണെന്നുണ്ടെങ്കിൽ പൂരിയാണ് പറഞ്ഞത്. അങ്ങനെ അവനത് ഇങ്ങനെ നോക്കി കുത്തി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതിങ്ങനെ നല്ല വീർത്തിരിക്കുകയാണല്ലോ, അപ്പോൾ അതിനകത്ത് ഒരു രസത്തിന് അവനിങ്ങനെ, അപ്പോൾ എല്ലാവരും പറഞ്ഞ് കൈ പൊള്ളു, അതിൻ്റെ ആവി തട്ടിയിട്ട് കൈ പൊള്ളുമെന്ന്. ഞാൻ പിന്നെ മസാല ദോശയാണ് പറഞ്ഞത്. പണ്ടൊന്നും എനിക്കിനി ദോശയോടൊന്നും വലിയ ക്രേസ് ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ എനിക്ക് ദോശയൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞാൻ മസാല ദോശ പറഞ്ഞ് അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുക. ബാക്കി എല്ലാവരും പിന്നെ പൂരിയൊക്കെ തന്നെയാണ് പറഞ്ഞത്. കുറച്ച് പേര് മസാല ദോശയൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പം നമ്മുടെ ബ്രദേഴ്സ് വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് ദൂരെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ പോയ സമയത്ത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം അങ്ങനെ നിന്നപ്പം എൻ്റെ അനിയത്തിയും അനിയനും കൂടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ച് അവരിങ്ങനെ വരും. അങ്ങനെ നിന്നപ്പോഴാണ് ഇങ്ങനെ കുറേ പേര് അതുവഴി ജാഥ പോലെ പോകുന്നുണ്ടത്. ഇവിടേക്ക് പോകാമെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കുറേ പേര് ഇങ്ങനെ ഒരു ലെവലായിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കന്യാകുമാരിയിൽ വന്നില്ല, ഇനി കുറച്ച് സ്ഥലങ്ങൾ കാണാമെന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ എന്ത് ചെയ്തു, ഇത്രയും പേരുള്ളതുകൊണ്ട് തന്നെ
നമ്മൾ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂം എടുത്ത ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന വണ്ടിയില്ല, അത് പാർക്ക് ചെയ്യാൻ പോയേക്കുവാണ്. ആ സമയത്ത് നമ്മളിങ്ങനെ അനിയനും അനിയത്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നിന്നു. അങ്ങനെ അവർ എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് നിന്നോളൂ. പണ്ടൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇപ്പം പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറയും നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അവർ തമ്മിൽ അടിയാണ്. ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കും, നീ അങ്ങോട്ട് മാറിയിക്ക്, ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഞാൻ പിന്നെ എങ്ങനെയൊക്കെ കോംപ്രമൈസ് ആക്കിയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു വാക്സ് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ കാണാൻ പോകണം എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞൊരു താല്പര്യം തോന്നിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്കെന്തോ ഒരു തോന്നിയില്ല. പക്ഷേ ആ സൈഡിൽ കൂടെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഇഷ്ടം പോലെ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പം സ്വീറ്റ്സ് ആണെങ്കിലും അതുപോലെ ഓർണമെൻറ്റ്സ്, ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെയുള്ള ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ ഫോറിനേഴ്സൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. ഇതൊക്കെ കാണുമ്പം അവർക്ക് വാങ്ങാൻ പറ്റിയ കുറേ ഐറ്റംസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ നിന്നൊന്നും വാങ്ങിയില്ല, നമുക്കത് ഒരു പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ അതുകൊണ്ട് നമ്മളവിടെ നിന്ന് വാങ്ങിയില്ല, ജസ്റ്റ് കണ്ട് പോയതേ ഉള്ളൂ. പക്ഷേ ഈ സൈഡിൽ ഇങ്ങനെ ഷോപ്പൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പം എനിക്കിങ്ങനെ അവിടെ എന്ത് കാണാൻ വേണ്ടി ഇരിക്കുന്നു എന്നുള്ളൊരു മൈൻഡാണ്. പിന്നെ നല്ല വെയിലൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം തന്നെ ഏകദേശം നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയത് വേറൊരു ട്വിസ്റ്റ് തന്നെയാണ്. അത് ഞാൻ ബാക്കി വീഡിയോയിൽ പറയാം. അങ്ങനെ നമ്മൾ ഒരുപാട് നടന്ന് അവിടം വരെ എത്തി. അവിടെ വരെ എത്തിയപ്പോൾ എന്നുണ്ടെങ്കിൽ നല്ല തിരക്ക്. അവിടുത്തെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ തുടങ്ങുന്നത് അവിടുത്തെ നമ്മൾ ഈ കുറേ ഷോപ്പുകൾ ഇപ്പോൾ കാണിക്കുന്നുണ്ടല്ലോ, അതിൽ ലാസ്റ്റ് വരുന്ന ഷോപ്പ് തൊട്ടാണ് നമ്മുടെ ഈ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവിടം തൊട്ട് എന്തിനാണ് ആൾക്കാർ നിൽക്കുന്നതെന്നുള്ള കാര്യം അപ്പോഴെനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ച് വേറെ എന്തിനേലും ഇങ്ങനെ ആൾക്കാർ നിൽക്കുമായിരിക്കും, വല്ല ഫുഡ് കഴിക്കാൻ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു. പിന്നാണ് മനസ്സിലായത് അവിടെ നിന്നാണ് ശരിക്കും നമ്മുടെ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടം തൊട്ടൊരു 1.5 കിലോമീറ്ററോളം ക്യൂ ആയിരുന്നു. അത് നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമായിരുന്നു അവിടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തത്. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ ക്യൂ തുടങ്ങി അങ്ങ് അറ്റം വരെ ക്യൂ നിൽക്കുകയാണ്. നമുക്ക് ഇടയ്ക്ക് കയറാൻ അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ, കാരണം ക്യൂ അങ്ങനെ തന്നെ നിൽക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ കുറേ ഈ പേരക്കയിൽ കുറച്ച് മുളകും അങ്ങനെയൊക്കെ ഇട്ടിങ്ങനെ സെല്ല് ചെയ്യുന്നതൊക്കെ കണ്ട്. പക്ഷേ തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ സൈഡിൽ നിന്ന് ഫുഡൊന്നും വാങ്ങി കഴിച്ചിട്ടില്ല, നമുക്ക് വെറുതെ പണിയുണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ നമുക്ക് കുറേ നേരം അവിടെ ഇരുന്ന് ലാസ്റ്റ് നമ്മൾ ശശിയായിട്ട് തിരിച്ച് വരേണ്ട വന്നു. കാരണം ഇനിയും നമ്മൾ ഒരു 2 മണിക്കൂറോളം ക്യൂ നിന്ന് അത്രയും നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഇനിയും നിൽക്കാനുണ്ട് ക്യൂ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞ് മതി, നിർത്തി വാ പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് വന്ന് ഇനി ഒരു ഫോർട്ടിലേക്കാണ് പോകുന്നത്. ഈ ഫോർട്ടിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മ വരുവാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പക്ഷേ ഇത് നമ്മൾ വന്നതിലൊരു അടിപൊളി സ്ഥലമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും നമുക്ക് മറ്റേ സ്ഥലത്തൊന്നും കാണാൻ പറ്റിയില്ല, കയറാനും പറ്റിയില്ല. അപ്പം അങ്ങനൊരു വിഷമത്തിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയായിരുന്നു ഇത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട്. നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ ആണെങ്കിലും പറ്റിയ സ്പോട്ടാണ്, കിഡിലൻ സ്പോട്ടാണ്. ഫോട്ടോസൊക്കെ ഒരു ഏൻഷ്യൻ്റ് ആ ഒരു ടൈപ്പ്, നമ്മൾ കുറേ എന്താണ് പറയുക, ശിലായുധങ്ങളോ അങ്ങനെയൊക്കെ, എനിക്ക് കറക്റ്റ് ആ മലയാളം എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെ പറയത്തില്ല, ആ ഒരു ടൈപ്പ് സംഭവങ്ങൾ, ഈ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഉണ്ടാക്കിയ ആ ഒരു ടൈപ്പിൽ അതുകൊണ്ട് വരുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം നമുക്കിങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ കൊട്ടാരം ആ ടൈപ്പ് ഫോട്ടോസൊക്കെ വേണ്ടുന്നവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെയും എനിക്ക് കറക്റ്റ് നെയിമൊന്നും അറിയത്തില്ല കേട്ടോ, ഇതിനൊക്കെ എന്താ പറയുന്നതെന്ന്. ഇങ്ങനെ ഓരോ പില്ലേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തു. പിന്നെ അപ്പം ഇവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുവാണെങ്കിൽ അത് നമ്മുടെ ഒരു കോസ്റ്റ്യൂമൊക്കെ ആ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും. നല്ല എഡിറ്റിംഗ് ഒക്കെ അറിയാവുന്നവർക്കാണെങ്കിൽ സെറ്റാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോഴാണ് ഞാൻ ഈ മറ്റേ അണ്ണാൻകുഞ്ഞൊക്കെ കയറി പോകുന്നത് ഞാൻ തന്നെ കണ്ടത്. അതുവരെ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് വെള്ളമൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ എന്താ പറയുക, ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഈ പണ്ട് യുദ്ധത്തിനൊക്കെ വരുന്നവരുണ്ടല്ലോ, അവർ ഈ കടൽ വഴിയൊക്കെ വരുമ്പം നമ്മളെ ആക്രമിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉള്ള ഈ ഒരു ഫോർട്ട് ഉണ്ടാക്കിയതെന്നാണ് നമ്മൾ കേട്ടറിവേ ഉള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് നല്ല ഓർമ്മയില്ല. കാരണം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിൽ ഞാനിങ്ങ് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ ഇങ്ങനെയുള്ള കോട്ടകളൊക്കെ കെട്ടുന്നത് ഇങ്ങനെ ശത്രുക്കളെ തടയാൻ വേണ്ടിയിട്ടാണല്ലോ. ഇതിൻ്റെ മുകളിലോട്ടുള്ളൊരു സ്റ്റെപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം ബാക്കി ഭാഗം. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും അവിടെ നിന്നൊക്കെ നമുക്ക് ഈ ശത്രുക്കൾക്ക് കയറി വരാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ തടയാൻ വേണ്ടിയിട്ടാണെന്നാണ് കേട്ടത്. അപ്പം ഇവിടെ തന്നെ കുറേ എന്തൊക്കെയോ സൈക്കിളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇങ്ങനെ വലിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലം എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കാരണം
ഞാൻ കന്യാകുമാരി പോയതിൽ കന്യാകുമാരി എന്നുള്ള പ്ലാൻ തന്നെ നമ്മൾ കുറേ വർഷം മുന്നേ ഇട്ടാണ് കന്യാകുമാരി പോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇത് തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു സൺറൈസും കാര്യങ്ങളും അതിനേക്കാളൊക്കെ കൂടുതൽ എനിക്കിവിടെയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെയുള്ള ഈ പഴയകാല കൊട്ടാരങ്ങളും അങ്ങനത്തെ വീടുകളും അതേപോലുള്ള സ്ഥലങ്ങളും സംഭവങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലേസിൽ വന്നിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര റിഗ്രറ്റായി പോയേനെ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നിടത്ത് തന്നെ ഒരുപാട് ഇങ്ങനെ പുല്ലൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുക്ക് കാണുന്ന ഒരു കിണറാണ് കേട്ടോ, ഒരു കുഞ്ഞൊരു കിണറുണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ എങ്ങനെയാണ് യൂസ് ആക്കിയിരുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ല. എനിക്കൊന്ന് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു വഴിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വഴി മീൻസ് ഈ സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് ചുറ്റുപാട് നോക്കി ആ ഒരു സറൗണ്ടിങ്സൊക്കെ അത്രയും ഭംഗിയുണ്ട്. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുമുണ്ട്, കാരണം അത്ര ക്ലീൻ ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം എൻ്റെ സിസ്റ്ററും ബ്രദറും ഇവർ രണ്ടുപേരും എന്നെ വിളിച്ചുകൊണ്ടങ്ങ് പോയതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരും ആദ്യം വന്നത്. ബാക്കി എല്ലാവരും അവിടെയൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ, എല്ലാവരും പതുക്കെ പതുക്കെ നടന്ന് വരുന്നതേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ സ്പീഡിലിങ്ങ് എത്തി, കാരണം ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങെത്തും, കാരണം 2 പേരും ഒരൊറ്റ ഓട്ടമാണ്. അങ്ങനെ തന്നെ ഇപ്പം തന്നെ കണ്ടില്ല, അവർ ആ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയി. അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ വന്നിട്ട് പോയാൽ മതി, കാരണം സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുമ്പോൾ ഇത്ര അടിപൊളി കിടിലൻ വ്യൂ ആണെന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇവർ പോയപ്പോഴും പറഞ്ഞില്ല മുകളിൽ എന്താണുള്ളത്, കാരണം കുറച്ച് വരെ പോയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഞാൻ വിചാരിച്ചു മുകളിലോട്ട് പോകുമ്പോഴത്തേന് ഇതേപോലെ കുറച്ച് ഇങ്ങനെ മണ്ണൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ ഒരു സ്ഥലമാണെന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ കയറി അങ്ങ് എത്തിയപ്പോഴത്തേക്കിന് നമ്മൾ മുകളിലോട്ട് കയറിയില്ലെങ്കിൽ അത് ഒരു വലിയ നഷ്ടമായി പോകുമെന്ന് പറയുന്നത്, കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ഇപ്പോൾ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. നമ്മളിനി കയറി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല ഇതിൻ്റെ താഴെ എന്താണ് ഉള്ളതെന്നുള്ളത്. അങ്ങനെ ഞാനിത് കണ്ടപ്പോൾ തന്നെ ആ കണ്ട സ്പോട്ടിൽ തിരിച്ച് വന്നിട്ട് എല്ലാവരെയും വിളിച്ച് കാണിക്കുമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, വീഡിയോയിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ, ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് താഴെ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്, കാരണം നല്ലൊരു ഒരു ബ്ലൂയിഷ് കളറൊക്കെ ഒരു വെള്ളത്തിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ അങ്ങോട്ട് ഞാൻ ഇങ്ങനെ കുറേ പേരോട് ചോദിച്ചു അതുവഴി അങ്ങോട്ട് ഇറങ്ങാൻ വലിയ വഴിയും ഉണ്ടോയെന്ന്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വഴിയില്ല. നമ്മൾ ഈ ഒരു ഫോട്ടോ തന്നെ കെട്ടിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വഴിയില്ല. പക്ഷേ അവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ്. നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുന്ന പോലെ കാണും. അപ്പോൾ അതെല്ലാം കയറി ഞാൻ എല്ലാവരെയും വിളിച്ച് അവിടെ കാണാൻ വേണ്ടി അവിടെ എല്ലാം വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞി അവിടെ കിടന്ന് നല്ല കളിയും ചിരിയും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബ്രദറും സിസ്റ്ററും പിന്നെ കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ അവിടെ എല്ലാം കണ്ട് തിരിച്ച് വരികയാണ്. അപ്പോഴത്തേനും എല്ലാവരും നമുക്ക് പോകാം, ഇത്രയൊക്കെ കഴിഞ്ഞില്ലേ കണ്ടു കഴിഞ്ഞില്ലേ എന്നൊക്കെ ഉള്ള ഒരു മൈൻഡിലായി. അപ്പോൾ പിന്നെ എനിക്ക് പോകാനായിട്ട് വലിയ മൈൻഡില്ല, കാരണം എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ട്. പിന്നെ എല്ലാവരെയും അവിടെ ഇരുത്തി കുറച്ച് എല്ലാവരും അവിടെ ഇരുന്നപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തെ എല്ലാവരും പോയി. പക്ഷേ എനിക്കങ്ങോട്ട് പോകാൻ മനസ്സ് വരാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇന്ന് കുറച്ച് വീഡിയോസൂടെ ഒക്കെ എടുത്തു, കാരണം ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ എന്ത് രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അവരിങ്ങനെ ഇറങ്ങാനായിട്ട് അവിടെ കറക്റ്റ് ഇറങ്ങാൻ വേണ്ടി വെളിയിൽ എത്താറായപ്പോഴാണ് ഞാൻ ഇറങ്ങിപ്പോയത്. അപ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു വരുന്നില്ല ഇവിടെ തന്നെ നിൽക്കുകയാണോ എന്ന്. പിന്നെ ഇവിടെ നമുക്ക് കുറേ ഈ കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ തന്നെയാണ്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ അതിന് മുന്നേ വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഇവിടെ കാണാൻ ആരും വരുന്നില്ലായിരിക്കുമെന്ന്. അങ്ങനെ കുറേ പേരൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂവും നല്ല ഭംഗിയാണ്. ഈ ഒരു സൈഡിൽ കാണുന്ന ഒരു ചെടി കണ്ടില്ലേ, കുറേ നാളൊക്കെ മുന്നേ നമ്മുടെ നാട്ടിലേക്ക് ഇത് കാണാനുണ്ടായിരുന്നു. ഈ മൂന്നാർ വ്ളോഗ് ഇട്ടപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞില്ല ആ ഒരു സ്പോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടെയും ഈ ഒരു ചെടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാനില്ല. എനിക്കിന്ന് വംശനാശം വന്നെന്നാണ് തോന്നുന്നത്, കാരണം ഇപ്പം അങ്ങനെ കാണാനില്ല. പിന്നെ പോകുന്ന വഴിക്ക് പിന്നെ അങ്ങോട്ട് കണ്ടത് മൊത്തം നമ്മുടെ ഈ കാറ്റടി മരങ്ങളായിരുന്നു. പിന്നെ ഫുൾ അത് തന്നെ നമ്മൾ ആ ഒരു ഞാൻ പറയില്ല സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോകുമ്പോൾ ഒരു ബീച്ച് കാണത്തില്ലേ, അവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ തെറിച്ച് പോകുന്ന രീതിയിലുള്ള കാറ്റായിരുന്നു. കാരണം ഫുള്ള് പിന്നെ അങ്ങോട്ട് കാറ്റടി മരങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് രാജ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലാണ് പോയത്. നമ്മൾ കുറേ പേരോടൊക്കെ ഇങ്ങനെ ഒപ്പീനിയൻ ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ രാവിലത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഉച്ചയ്ക്കത്തെ ലഞ്ച് ഒട്ടും കൊള്ളില്ലായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് അവരുടെ ആ ഒരു റൈസ് ഉണ്ടല്ലോ, അതെനിക്കങ്ങോട്ട് ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ ആ ഒരു കറികളാണെങ്കിലും നോർമൽ നമ്മുടെ ഊണിൻ്റെ കൂട്ട് തോന്നും, പക്ഷേ ടേസ്റ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. എനിക്കതങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ട് കഴിച്ച് ബാക്കി ഞാൻ വേണ്ടെന്ന് വെച്ച് തിരിച്ചിങ്ങ് വന്നു. പൊതുവേ കഴിച്ചവർക്ക് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ.
എനിക്ക് പൊതുവേ തമിഴ്നാട്ടിലെ ബിരിയാണിയും ഇങ്ങനത്തെ ചോറും ഒന്നും എനിക്കിഷ്ടമല്ല. ഒരു വട്ടം ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ബിരിയാണി കഴിച്ച് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി നമുക്കറിയായിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ചോറൊക്കെ കൊണ്ട് വെച്ചപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഞാൻ കഴിച്ചു. പക്ഷേ കഴിച്ചപ്പോഴാണ് നമുക്ക് സത്യം മനസ്സിലായത്. പിന്നെ അവിടെയൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്ട്രീറ്റിലെയൊക്കെ ഓരോ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണല്ലോ. ഇങ്ങനെ ആടിനെയൊക്കെ കൊണ്ടിങ്ങനെ പോകുന്നതൊക്കെ കാണാൻ. അപ്പോൾ അവിടെ കുറച്ച് നേരം അങ്ങനെ ഒന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു, ആടിനെയൊക്കെ കൊണ്ടുപോയതുകൊണ്ട്. അങ്ങനെ കുറച്ച് നേരം ബ്ലോക്കിലൊക്കെ പെട്ടെന്ന്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള അത്ര ബ്ലോക്കൊന്നും ഇല്ല. പക്ഷേ ഇവരെ കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്കൊന്ന് വണ്ടികളെല്ലാം ബ്ലോക്ക് ആവുമല്ലോ, അങ്ങനെ. പിന്നെ പോകുന്ന വഴിക്കുള്ള ഈ ഒരു സ്ഥലവും നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഈ സിനിമയിലൊക്കെ ഓരോ സീനിലൊക്കെ കാണത്തില്ലേ ഇങ്ങനെയുള്ള പാലങ്ങളൊക്കെ, അതേപോലുള്ളൊരു സ്പോട്ടൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഒരു അങ്കിളിനോട് വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് നമുക്ക് വഴി തെറ്റരുതല്ലോ, അതുകൊണ്ട്. കാരണം നമ്മൾ പിന്നെ പോകാനായിട്ട് പ്ലാൻ ചെയ്തത് പത്മനാഭപുരം കൊട്ടാരത്തിലാണ്. ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു പത്മനാഭപുരം പാലസിൽ പോകണമെന്നുള്ളത്. പക്ഷേ നമ്മൾ പോകുന്ന ടൈം കുറച്ച്, നമ്മൾ പറഞ്ഞില്ല, ആ വാക്സ് മ്യൂസിയത്തിൽ കയറാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതാണ് നമുക്ക് പറ്റിയ ഏറ്റവും അബദ്ധം. അവിടെ അത്രയും മണിക്കൂറോളം നിന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ എത്തിയപ്പം 5 മണി 5:30 ആയി. അടിയിലാണ് ഓടിക്കുന്നത്, അതാണ് അത്ഭുതം. ഈ ഓയിൽ താളെ ഒരു ഡ്രാപ്പ് കൂടെ താളെ പോകില്ല. ഇവിടെ തിരി വയ്ക്കണം, ഇവിടെ ഇരുന്ന് പെട്ടെന്ന് കിട്ടും. നിങ്ങളുടെ നാട്ടിലെ വേപ്പെണ്ണ കിട്ടും, അങ്ങാടി ഇടയിലെ മെഡിക്കലിലേക്ക് വേപ്പെണ്ണ വിളിച്ച് കത്തിച്ച് വെച്ചാൽ വീട്ടിലെ കൊതുക് കീടണം കഴിക്കും. അപ്പോൾ അത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കയറാൻ പറ്റില്ല. പക്ഷേ വാഷ്റൂമിൽ പോകേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ തന്നെ സൈഡിൽ കൂടെയാണ് വാഷ്റൂമിലേക്ക് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഒരു ഷോപ്പിൽ കയറി അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ചായയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയൊക്കെ ആയിരുന്നു. അപ്പം ഇതിനിടയ്ക്ക് ആ വീഡിയോ കാണിച്ചില്ല, പുള്ളി പറയുന്നത് എനിക്കങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അത് അന്നേരം എനിക്ക് മനസ്സിലായി. ഇപ്പോൾ വീഡിയോയിൽ ഞാനത് ഓർക്കുന്നില്ല എന്താണെന്ന്. എനിക്ക് തോന്നുന്നു ആ ഒരു തിരി പോണക്ക് സംഭവത്തിൽ എന്താ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് തിരിച്ച് വെക്കുമ്പം ആ എണ്ണ തറയിലേക്ക് വരുന്നില്ല, അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. പിന്നെ ഏറെക്കുറെ 1-2 സ്ഥലം ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിനി എന്തായാലും കോവളം ബീച്ചൂടെ കണ്ടിട്ട് പോകാനുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ കോവളം ബീച്ചിലേക്ക് എല്ലാവരെയും കൊണ്ട് നടന്ന് പോവുകയാണ് നമ്മൾ. പിന്നെ കുറച്ച് പേരൊന്നും വന്നില്ല, കുറച്ച് പേരൊക്കെ എന്തായാലും ടയർഡ് ആയതുകൊണ്ട് തന്നെ കാറിലൊക്കെ തന്നെ ഇരുന്നു. നമ്മൾ പിന്നെ ജസ്റ്റ് എന്തായാലും വന്നതല്ലേ, വന്ന വഴിക്ക് ബീച്ചൊക്കെ കാണാം. പക്ഷേ ബീച്ചിൽ ഇറങ്ങാൻ നമുക്ക് പറ്റിയില്ല. കാരണം ആ ഒരു ടൈമിൽ ബീച്ചിൽ മറ്റേ കടൽ ഉൾവലി അങ്ങനെ എന്തോ പ്രതിഭാസം ഉണ്ടല്ലോ, ആ സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുമായിരുന്നു. അപ്പം അവിടുത്തെ ഗാർഡ്സൊക്കെ പറഞ്ഞു നമ്മുടെ ഇറങ്ങേണ്ട. പിന്നെ പോലീസും ഉണ്ടായിരുന്നു, അവരും പറഞ്ഞു ഇറങ്ങണ്ട. ആരെയും ഇറക്കുന്നില്ലായിരുന്നു ആ സമയത്ത് കേട്ടോ. അതുകൊണ്ട് ഇറങ്ങിയില്ല. പിന്നെ ഇങ്ങനെ ഒരുപാട് റിങ്ങും അങ്ങനെയുള്ള ജ്വല്ലറീസും അങ്ങനെ നമ്മുടെ ഫോറിനേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരുപാട് ആൻറ്റിക് സംഭവങ്ങളും ഡ്രസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ ഏത് ബീച്ചിൽ പോയാലും ഉള്ളതാണല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അത് ശരിയാണ്, അതുകൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നമ്മുടെ കുറച്ച് ഇന്ത്യൻ ടച്ച് വരുന്ന ആ ഒരു ഡ്രസ്സുകളും അങ്ങനത്തെ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടു, അത് നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ ഈ ഒരു റൂബിയുടെ ഒക്കെ കല്ല് വെച്ചിട്ടുള്ള കുറേ ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഈ ഒരു ഗ്ലാസിൻ്റെ പുറത്ത് നിന്ന് കാണുമ്പോഴേ ഒരു രസമുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുകൊണ്ടുള്ള കുറേ ഫിഷ് ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ ക്രാബും അതുപോലെ തന്നെ പേരറിയാത്ത ഏതൊക്കെയോ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചു. പിന്നെ എല്ലാവരും പറഞ്ഞ് വെറുതെ ഇതൊന്നും വാങ്ങിക്കൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വാങ്ങിയൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് 2-3 സ്പോട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോ എടുത്ത് നോക്കിയെങ്കിലും ആ ഒരു നല്ല ക്ലിയർ ആയില്ല, കാരണം നൈറ്റ് ആയില്ല, ഒരുപാട് രാത്രി ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ അധികം എടുക്കാനും നമുക്ക് ടയേർഡും ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും. അത്രയും ട്രാവൽ ചെയ്തതല്ലേ. ഒന്നാമത് നമ്മൾ ഒരാഴ്ച മുന്നേ മൂന്നാറൊക്കെ പോയി ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ ഒക്കെ ആയപ്പോഴത്തെ എല്ലാവരും അങ്ങ് സൈഡായി. പക്ഷെ നമ്മൾ നോർമലി കാണുന്ന പോലുള്ള ഒരു ക്രൗഡൊന്നും അവിടെ ഇല്ലായിരുന്നു. അതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഇങ്ങനെ ബീച്ചിൻ്റെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും പൊതുവേ കാണുന്ന ക്രൗഡൊന്നും അന്ന് അവിടെ ഇല്ലായിരുന്നു. അത് റെസ്റ്റോറൻറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അവിടെ ആളൊക്കെ 1-2 റെസ്റ്റോറൻറ്റിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വെറുതെ കിടക്കുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു ഒരു ആർക്കും ഇങ്ങനെ ബിസിനസ്സൊന്നും ഇല്ലെന്ന് തോന്നി ഇങ്ങനെ വെറുതെ കിടക്കുന്നു എന്നുള്ളത്. പിന്നെ കാണാൻ ഭംഗിയുള്ള കുറേ മീനുകളുണ്ടെന്നുള്ളതല്ലാതെ വേറെ അവിടെ അങ്ങ് പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.